ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തിക്ക് ജന്മനാട്ടിൽ ആദരം. സിനിമാ സംവിധായകൻ തരുൺ മൂർത്തിക്ക് ജന്മനാട്ടിൽ പുരോഗമന കലാസാഹിത്യ സംഘവും വൈക്കം പി കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് ആദരം ഒരുക്കി. കലാമൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ സാമ്പത്തിക ലാഭമുള്ള സിനിമകൾ സംവിധാനം ചെയ്യുന്നതിൽ മുന്നിലാണ് വൈക്കം സ്വദേശിയായ തരുൺ മൂർത്തി. വൈക്കത്തെ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന തരുൺ മൂർത്തി ഇതിനോടകം ശ്രദ്ധേയമായ 3 ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, തുടരും എന്നീ സിനിമകൾ. സൗദി വെള്ളയ്ക്ക നിരവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു. തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണ്. ഈ അവസരത്തിലാണ് വൈക്കത്തെ പൗരാവലി തരുൺ മൂർത്തിക്ക് ആദരം ഒരുക്കിയത്. ഞായറാഴ്ച വൈകിട്ട് വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ സംവിധായകൻ തരുൺ മൂർത്തിയെ ആദരിച്ചു. എന്ന സ്ഥിതിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എത്രയോ പേർ വന്നും പോയി ഇരുന്ന സ്ഥലമാണ് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രായത്തിൽ തന്നെ എത്രയോ പേര്. പക്ഷെ ആ എല്ലാ മേഖലകളിൽ നിന്നും ഒരു വ്യക്തി തെന്നിത്തെറിച്ച് അയാളുടെ പ്രതിഭയെ വെളിപ്പെടുത്തി. അങ്ങനെ ചലച്ചിത്ര മേഖലയിൽ തൻ്റെ സിദ്ധി നല്ലവണ്ണം പരിഷ്കരിച്ച് വെളിപ്പെടുത്തിയത് തന്നെ എന്നോടുള്ള ആദരവാണ് ഈ സമ്മേളനവും ഈ നാടും നിർവഹിക്കുന്നു. പുക്കാസ ഏരിയ പ്രസിഡന്റ് KC കുമാരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജു K നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ സിനിമാ നിരൂപകർ കൂടിയാണ്. പുതിയ കമ്പ്യൂട്ടർ വിദ്യയും സോഷ്യൽ മീഡിയ കാലവും ഒക്കെ സമ്മാനിച്ചതാണ് ഈ നിരൂപക രംഗം. ഒരു കാലത്ത് സിനിമയെ കുറിച്ച് എഴുതാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സിനിക്ക് എന്ന പേരിൽ ഒരാൾ നിരൂപണം എഴുതിയിരുന്നു. അങ്ങനെ വളരെ കുറച്ചു പേർ മാത്രം സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് മാറി സിനിമ നിരൂപണം എന്നത് തീർത്തും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തി, ഗാനരചയിതാവ് അജീഷ് ദാസൻ, നാടക പ്രവർത്തകൻ പ്രദീപ് മാളവിക, തബലവാദക രത്നശ്രീ അയ്യർ, D മനോജ്, പ്രൊഫസർ പാർവതി രാമേന്ദ്രൻ, അഡ്വക്കേറ്റ് അംബരീഷ് G വാസു, പുരോഗമന കലാസാഹിത്യ സംഘം വൈക്കം ഏരിയ സെക്രട്ടറി KK ശശികുമാർ, വൈക്കം പി കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി KR ബീന എന്നിവർ സംസാരിച്ചു. തരുൺ മൂർത്തിയുടെ പിതാവും നാടക പ്രവർത്തകനുമായ വൈക്കം D മധുമൂർത്തി സംവിധാനം നിർവഹിച്ച വിഘടിക്കാതെ വിച്ഛേദിക്കാതെ വിഹായസിലേക്ക് എന്ന നാടകം അവതരിപ്പിച്ചു. തുടർന്ന് തബലവാദക രത്നശ്രീ അയ്യരുടെ തബലവാദനവും വയലിൻ സോളോയും ഉണ്ടായിരുന്നു. വിഷൻ ന്യൂസ്, വൈക്കം.